പെരിങ്ങാല നവചൈതന്യ സാംസ്കാരിക സംഘടനയുടെ 41ാമത് വാർഷികവും ഓണാഘോഷ പരിപാടികളും നടന്നു. സാംസ്കാരിക സമ്മേളനം തിരക്കഥാകൃത്ത് രാജേഷ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എൻ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങാല നവചൈതന്യ സാംസ്കാരിക സംഘടനയുടെ 41ാമത് വാർഷികവും ഓണാഘോഷ പരിപാടികളും നടന്നു. സെപ്റ്റംബർ 19, 20 തീയതികളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാങ്കാലിൽ ജംഗ്ഷനിൽ നടന്ന സാംസ്കാരിക സമ്മേളനം തിരക്കഥാകൃത്ത് രാജേഷ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു. 41 വർഷമായിട്ട് ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം, പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം, അതിനെയൊക്കെ നമുക്ക് വളരെ ആദരവോടുകൂടിയേ കാണാൻ സാധിക്കും. ഈ കാലത്ത് അത്തരമൊരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. കാരണം നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ കഥ. പ്രസിഡന്റ് എൻ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതം രേഖപ്പെടുത്തി. സജിത് ഏവൂരത്ത് മുഖ്യ അതിഥിയായിരുന്നു. ഓണം ഇപ്പൊ പുതിയ കാലത്ത് ഓണം രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ ഓണത്തെ കുറിച്ച് പറയുമ്പോൾ മഹാബലിയെ കുറിച്ച് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി നമ്മൾ വാമനനെ കുറിച്ചും ഓണത്തിന് സംസാരിക്കേണ്ടി വരുന്നു. വാമന ജയന്തിയാണ് എന്നുകൂടി ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഓണത്തിന് മഹാബലി ഉണ്ടായാലും അല്ലെങ്കിൽ മഹാബലിയുടെ ഉത്സവമായാലും വാമനന്റെ ഉത്സവമായാലും നമ്മൾ കേരളീയർ എല്ലാ ഓണാഘോഷങ്ങളിലും മഹാബലിയെ ആണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. മഹാബലിയുടെ വേഷം കെട്ടുന്നു, മഹാബലിയുടെ ചിത്രങ്ങൾ വെക്കുന്നു, മഹാബലിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മഹാബലിയുടെ പാട്ടുകൾ പാടുന്നു. അപ്പോൾ മഹാബലിയാണ് ഓണത്തിന്റെ നായകൻ. പേര് മഹാബലി എന്നുള്ളതാണ്. ബലി എന്നാൽ ത്യാഗം എന്നാണ്. അപ്പൊ ത്യാഗമാണ്, മഹാത്യാഗമാണ്. ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ തനിക്ക് സ്വന്തമായി പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ സമൂഹത്തിന് വേണ്ടി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ സമൂഹത്തിന് വേണ്ടി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ത്യാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാബലി അദ്ദേഹത്തിന്റെ രാജ്യം, അദ്ദേഹത്തിന്റെ പ്രജകൾ, അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങൾ, ഈ ലോകം, ഇതെല്ലാം വാക്കിനു വേണ്ടി ഉപേക്ഷിച്ചയാളാണ്. വിശ്വൻ പടനിലം മുഖ്യപ്രഭാഷണം നടത്തി. ടി എൻ സുരേഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ പ്രദീപ് കരുവാറ്റ, നഗരസഭാ കൗൺസിലർമാരായ ഗംഗാദേവി, ലേഖ മുരളീധരൻ, രക്ഷാധികാരി ശ്രീകുമാർ, സുരേഷ് സോമൻ എന്നിവർ സംസാരിച്ചു. പി സുധാകരൻ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വൈകിട്ട് 7:30 മുതൽ കലാമത്സരങ്ങൾ നടന്നു. തിരുവാതിര, പദ്യപാരായണം, ലളിതഗാനം, കവിതാലാപനം, നൃത്തങ്ങൾ, സിനിമാറ്റിക് ഡാൻസ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. CDNet ന്യൂസ്, ചിറ്റൂളങ്ങര.